ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും വി.ആർ. അനൂപ്, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, വി.കെ. സനോജ് CPM-ൽ നിന്നും, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ നിയമവിദഗ്ധൻ, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. വി.ആർ. അനൂപ്, ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയിലെ വിവരങ്ങൾ, FIR-ലെ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും പുറത്തുവരികയാണ്. ഈ നിമിഷം കോൺഗ്രസിന്റെ മനസ്സിലെന്താണ്? കാരണം നേതാക്കൾ പലരും പലതാണല്ലോ പറയുന്നത്. കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്കെടുത്ത നിലപാടുകൾ സുവ്യക്തമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിനൊരു പരാതിയുടെ രൂപമില്ലാതിരുന്നിട്ട് കൂടി, അന്ന് പ്രത്യക്ഷത്തിൽ ഒരു രംഗത്ത് വരാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അദ്ദേഹം വഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു. അതിനുശേഷം കുറേ കൂടി ചില പരാതികൾ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ, ആധികാരികമായി ഞാനൊരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമായിരിക്കണം. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നേ അയാൾ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസ് എടുത്ത നിലപാട് സുവ്യക്തമാണ്, സുദൃഢമാണ്. അതൊരിക്കലും റിപ്പോർട്ടർ ചാനൽ ഒരുപക്ഷെ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ മെയിൻ സ്ട്രീം ചാനലിലും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ്. കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും പരാതിക്കാരിക്കെതിരെ അവഹേളനം ഞങ്ങൾ ഉയർത്തിയിട്ടില്ല, പരാതിയുടെ ഗൗരവം കുറച്ച് കാണിച്ചിട്ടില്ല. ഞങ്ങൾ സംഘടനാപരമായി ഉയർന്ന നൈതികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് സ്വീകരിക്കാവുന്ന പരമാവധി വലിയ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ലെന്നേ, അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. അത് എപ്പോഴും കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്ന ഒരു നിലപാടാണ്. സമീപകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്ന് ഈ നിമിഷത്തിലും ഇവിടെ ഇരുന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അപ്പോൾ വി.ആർ. അനൂപ്, ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദത്തിനൊപ്പമല്ല പാർട്ടി, അല്ലേ? ഒരിക്കലുമല്ല. രാഹുലിന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കില്ല. രാഹുൽ ഏതൊരു കുറ്റാരോപിതനും ചെയ്യുന്നത് പോലെ കോടതിക്കകത്ത് അയാളുടെ ഡിഫൻസ് അയാൾക്ക് സ്വീകരിക്കാം. ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന നിയമപരമായ നടപടികൾ ഒന്നുമില്ലാതിരുന്ന കാലത്തും സാങ്കേതികത്വം പറഞ്ഞ് ഈ സംഘടന നിന്നിട്ടില്ലല്ലോ. ഇത്തരം പരാതി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ നൈതികമായി സ്വീകരിക്കേണ്ട ഒരു നിലപാട്, നിയമപരമല്ല നൈതികമായി സ്വീകരിക്കേണ്ട, ഞാൻ അടിവരായിട്ട് പറയുകയാണ്, ആ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ പോലും സംരക്ഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അറസ്റ്റ് അല്ല, പരാതിയല്ല, FIR അല്ല, ഒന്നുമില്ലാത്ത ഘട്ടത്തിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു. ശരി, അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ നിലപാട് CPM-ന്റെ രാഷ്ട്രീയ വേട്ടയുടെ ഇരയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചത്. ഇര എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ആ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല, UDF കൺവീനറുടെ, കോൺഗ്രസ് MP-യുടെ നിലപാട് കോൺഗ്രസിന്റേതല്ല. പാർട്ടിയുടെ സ്മൃതി പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വം എല്ലാവരും കൂടിച്ചേർന്ന് ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എടുത്ത നിലപാടാണ്. KPCC പ്രസിഡന്റിൻ്റെതായി പുറത്തു പറഞ്ഞ നിലപാടാണ്. ഞങ്ങൾ KPCC-യിൽ നിന്ന് ചുമതല ഏൽപ്പിക്കപ്പെട്ട മീഡിയ പാനലിസ്റ്റുകൾ അടക്കം പറയുന്ന നിലപാടെന്ന് പറയുന്നത് KPCC-യുടെ നിലപാടാണ്. അച്ചടക്കത്തിന് വിരുദ്ധമായ നിലപാടാണ് അടൂർ പ്രകാശ് എടുത്തത്. അല്ല, പാർട്ടി അച്ചടക്കത്തിനെ കുറിച്ചൊന്നും പറയാൻ ആധികാരികമായി പറയാൻ ചുമതലപ്പെട്ട ആളല്ല. അതിന് അർഹതപ്പെട്ട ആളുകൾ പറഞ്ഞോളും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിയിലെ പല നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അല്ല, MLA സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ MLA ആണോ? കോൺഗ്രസ് വളരെ ഒരു അസന്നിഗ്ധമായി, ഒരു സംശയത്തിനും ഇല്ലാത്ത വിധം നിയമസഭയിലെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ നിന്നെ ഒഴിവാക്കി. അത്തരം ഒരാളോട് എങ്ങനെയാണ് MLA സ്ഥാനം രാജിവെക്കാൻ ഞങ്ങൾക്ക് പറയാൻ കഴിയുക? അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലേ ഇല്ല. അദ്ദേഹത്തെ നിങ്ങളിൽ ചിലർ അയാളെ കൊണ്ടു നടക്കുന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു.
ശ്രീ വി കെ സനോജ്, ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ വ്യാപക പ്രതിഷേധം നടത്തി, അങ്ങും ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. MLA സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ആവശ്യമാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതോ രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, ഉടനെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണോ? രാഹുലിനെ ഉടനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ പരാതി പെൺകുട്ടി കൊടുത്ത സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും MLA ആയി തുടരാനുള്ള ധാർമ്മികത അയാൾക്കില്ല. അവിടെ MLA സ്ഥാനത്ത് രാജിവെക്കണം എന്ന് DYFI ആവശ്യപ്പെടുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി രാഹുലുമായിട്ട് ഞങ്ങൾക്ക് വഴിയിൽ കണ്ട ബന്ധം പോലുമില്ല, രാഹുലിനെ ഞങ്ങൾ എന്നേ പുറത്താക്കി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ആരോടാണ് ഈ പറയുന്നത്? അദ്ദേഹം കേരള നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സഭാ ഹാളിലേക്ക് വന്നത് ആരുടെ കൂടെയാണ്? ആരായിരുന്നു അന്ന് കാറിൽ അദ്ദേഹത്തിന് അനുഗമിച്ചത്? പാലക്കാട് എത്തിയപ്പോൾ സിന്ദാബാദ് വിളിച്ചത് BJP-ക്കാരാണോ? പാലക്കാട് എത്തിയപ്പോൾ ഇയാളെ അനുഗമിച്ചതാരാണ്? ഇയാളുടെ MLA ഓഫീസിൽ ഇയാൾക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കുന്ന ആരാണ്? ഈ രാഹുലല്ലേ കഴിഞ്ഞ ദിവസം UDF-ന്റെ പൊതുയോഗം അവിടെ ഉദ്ഘാടനം ചെയ്തത്? ഈ രാഹുലല്ലേ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്? രാഹുലല്ലേ അവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം പങ്കെടുക്കുന്നത്? അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കടലാസിൽ ഒരു നടപടി എഴുതിയിട്ട് അത് പത്രക്കാർക്ക് കൊടുക്കുക, എന്നിട്ട് ഇതാ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. പ്രതിസന്ധി കൂടുതൽ വരുന്ന സന്ദർഭത്തിൽ അയ്യോ ഞങ്ങൾ പണ്ടേ പുറത്താക്കിയതാണ് എന്ന് പറയുക, എന്നിട്ട് എല്ലാ പിന്തുണയും കൊടുത്ത് അയാളെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക. അടൂർ പ്രകാശ് കേരളത്തിലെ ചെറിയ നേതാവാണോ UDF-നെ സംബന്ധിച്ചിടത്തോളം? UDF-ന്റെ കൺവീനറാണ് അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് നേരത്തെയും ഇയാൾക്ക് വേണ്ടി രംഗത്ത് വന്നു. നേരത്തെ എന്താ പറഞ്ഞത്? ഈ വന്ന ശബ്ദ സന്ദേശങ്ങളും വന്ന ഈ ചിത്രങ്ങളുമെല്ലാം AI നിർമ്മിതിയാണെന്നാണ് പറഞ്ഞത്. അടൂർ പ്രകാശിന് എവിടെ നിന്നാണ് AI കുറിച്ച് മനസ്സിലായിട്ടുള്ളത്? അങ്ങനെ ഏതെങ്കിലും വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് പറയണം ഇത് ഇന്ന സ്ഥലത്ത് നിർമ്മിച്ചതാണ്, ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട് എന്ന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങൾ പറയണ്ടേ? അതായത് ഈ പ്രതിയായിട്ടുള്ള കക്ഷി ഈ രാഹുൽ തന്നെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സംഭാഷണം നിഷേധിച്ചിട്ടില്ല. മറ്റ് ഒരു പുറത്തു വന്ന ഒരു തെളിവ് സംബന്ധിച്ചും ഇത് എൻ്റേതല്ലെന്നും ഈ തെളിവ് എനിക്കെതിരായിട്ട് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ഇത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ നേരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര കാലമായി ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കറങ്ങിക്കളിക്കുന്നു. പക്ഷെ ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടം പോലും പറയാത്ത കാര്യങ്ങൾ AI നിർമ്മിതിയാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞ് രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത് ചെറിയ നേതാവല്ല, ഒരു ജനപ്രതിനിധിയാണ്. പോരാത്തതിന് UDF-ന്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹം ഇന്നും പറയുന്നു ഇത് ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന ഒരു ടാഗ്ലൈൻ ഉണ്ടാക്കിയിട്ട് ഈ ചർച്ചയെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിലെ ഒരു പറ്റം നിര ഇയാൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. മിനിഞ്ഞാന്നാണ് K. സുധാകരൻ ഇന്നലെ ഉൾപ്പെടെ ശക്തമായി ഇയാൾക്ക് വേണ്ടി രംഗത്ത് വന്നല്ലോ. സുധാകരൻ കോൺഗ്രസിൻ്റെ ചെറിയ നേതാവാണോ? ഇവർ പറയുന്നത് ഞങ്ങളുടെ കലക്റ്റീവ് ലീഡർഷിപ്പാണെന്നാണ് പറയുന്നത്. ഈ കലക്റ്റീവ് ലീഡർഷിപ്പിൽ പെടുന്നതല്ലേ സുധാകരൻ? ഈ കലക്റ്റീവ് ലീഡർഷിപ്പിൽ അടൂർ പ്രകാശ് പെടുന്നില്ലേ? അപ്പോൾ ഇവരെല്ലാം ഇല്ലാത്ത ഒരു നേതൃത്വ നിര വേറെയുണ്ടോ? വേറെ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ പക്ഷേ സനോജ്, ഇപ്പോൾ CPM-നെ പറ്റി വരുന്ന ഒരു വിമർശനം CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെ കേസ് വരുമ്പോൾ CPM എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. അത് കുറ്റം തെളിയട്ടെ, കുറ്റപത്രം കോടതിയിൽ എത്തട്ടെ, കോടതി തീരുമാനമെടുക്കട്ടെ എന്ന രൂപത്തിൽ അതിനെ കുറ്റാരോപിതൻ എന്ന വാക്കിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ ഈ പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ ഒരു സംഭവത്തിൽ പാർട്ടി കോടതി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. പാർട്ടിയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കുക, പാർട്ടി കോടതിയാണ് അതിൽ വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. അതായത് പുറത്തെ കോടതി, ഇവിടെ നമുക്ക് ഉള്ള കോടതി സംവിധാനത്തിലല്ല വിശ്വാസം, പാർട്ടിയുടെ കോടതിയിൽ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കെതിരെ തുടരെ വരുന്ന ഒരു വിമർശനമാണ്. അതിനു കൂടി മറുപടി സനോജ്. ആര് പറഞ്ഞു സ്മൃതി? അല്ല, പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന് ആരാ പറഞ്ഞത്? സ്മൃതി പറഞ്ഞത് കാര്യം പാർട്ടി പറഞ്ഞു എന്ന് പറയാണോ? സ്മൃതിക്ക് കിടന്ന് ഈ പാർട്ടി കോടതി കിട്ടിയത് നമ്മൾ എത്ര കാലം ചർച്ച ചെയ്തു. സ്മൃതി പറയുന്നു പാർട്ടി കോടതി എന്ന്. പാർട്ടി അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല പാർട്ടി കോടതി പരിശോധിക്കുന്നു. അങ്ങനെ പറഞ്ഞ ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതൊരു പ്രതികരണം തന്നെയായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. ആര് പറഞ്ഞു? പാർട്ടി കോടതി പറഞ്ഞോ? പാർട്ടി കോടതിയിൽ തീരുമാനിക്കും ജോസഫൈൻ പറഞ്ഞതാണ്. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? പാർട്ടി കോടതി പറഞ്ഞത് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് നേതാക്കളുടെ പ്രതികരണമാണ് സനോജ്. അതായത് പാർട്ടി കോടതിയാണ് അത് തീരുമാനിക്കുക. പാർട്ടിയിൽ വന്ന പറയട്ടെ പാർട്ടിയിൽ വരുന്ന നിരവധി പരാതികൾ ഉണ്ടാവാം. ആ പരാതികളിൽ
പാർട്ടി കമ്മിറ്റിയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പാർട്ടിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി വന്നു, ഒന്നും പാർട്ടി കോടതി പരിശോധിക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ നടത്തുന്ന ചില ലൈംഗികാരോപണം കേസ് വരികയാണെങ്കിൽ അത് പാർട്ടിയാണോ പരിശോധിക്കേണ്ടത്, നേരെ അത് പോലീസിന് കൈമാറണ്ടേ എന്നുള്ളതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു വിമർശനം. അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. കാരണം നിങ്ങൾ ഈ വിഷയം ശക്തമായി ഏറ്റെടുത്ത് സമരം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനമാണ്. പാർട്ടിക്ക് മുമ്പിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. പാർട്ടിക്ക് അല്ല, നിങ്ങളിപ്പോൾ ഈ വിഷയം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? CPM-ഉം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരുപോലെയാണെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ഒരു സംഭവം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുന്നുണ്ടായിട്ടുണ്ടോ? നേരത്തെ പല MLA-മാരുടെ കാര്യത്തിനകത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായി. അത് ഇടതുപക്ഷത്തിൽ മാത്രമല്ലല്ലോ. എൽദോസ് കുന്നപ്പള്ളി ആരാണ്? ഇപ്പോൾ ഈ വിൻസെൻ്റ് ആരാണ്? വിൻസെൻ്റ് ജയിലിൽ കിടന്നിട്ടില്ലേ? അപ്പോൾ അതെല്ലാം സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സംഭവത്തോട് സമീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നിപ്പോ നമ്മുടെ മുമ്പിലുള്ള അതായത് നിങ്ങൾ ഒരു കളം വരച്ചിട്ടുണ്ട്, ആ കളത്തിൽ ഇരുന്ന് കാര്യങ്ങൾ കാണുക. ഇത് നടാടെ സംഭവിച്ച കേരളം ഞെട്ടിയ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയവും ആ തരത്തിൽ കേരളം ഞെട്ടിയ വിഷയമാണ്. അതിലെ പ്രതി പാർട്ടിയുടെ നേതാവാകുമ്പോൾ കുറ്റാരോപിതനാവുന്നത്. താരതമ്യമില്ല കേട്ടോ, താരതമ്യമില്ല, രണ്ട് കേസുകളും തമ്മിൽ താരതമ്യമില്ല. എന്നാലും നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനത്തെയാണ് ഞാൻ ചോദിച്ചത്. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അല്ല സ്മൃതി, നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ പറയട്ടെ. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ CPM എടുത്ത നിലപാടിൽ എന്താണ് പെശക്? സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഞങ്ങൾ ആരെയും സംരക്ഷിച്ചോ? ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആ അന്വേഷണം ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തുകയോ ആ അന്വേഷണത്തെ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോവാതിരിക്കാൻ ആവശ്യമായ നിലപാടോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ആര് തെറ്റിയതാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരട്ടെ എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അവിടെ നടന്ന ഉദ്യോഗസ്ഥലത്തിൽ നടന്ന ഒരു അഴിമതി, ആ അഴിമതി കണ്ടുപിടിക്കുന്നതിലും കൃത്യസമയത്ത് തിരുത്തുന്നതിലും ഭരണപരമായ വീഴ്ച വരുത്തിയിട്ടുള്ള ആ കാലത്തെ പ്രസിഡന്റുമാരെ ഉൾപ്പെടെ കേസിൽ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ അങ്ങനെ വരട്ടെ എന്നല്ലാതെ എന്താ അതിനകത്ത് പറയേണ്ടത്? ആ സംഭവവും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ തെരുവിൽ വന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് കരയുന്ന നിരവധി ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ നമ്മൾ കാണുകയല്ലേ? അതെല്ലാം ഒരുപോലെ കാണാൻ വേണ്ടി കഴിയോ? അങ്ങനെയുള്ള ഒരു പെർവെർട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുധാകരനെ പോലെയുള്ള ജനപ്രതിനിധികൾ, അടൂർ പ്രകാശിനെ പോലെയുള്ള ഉയർന്ന UDF നേതൃനിര, ഷാഫി പറമ്പലിനെ പോലുള്ള ജനപ്രതിനിധികളെല്ലാം തയ്യാറായി ഒറ്റക്കെട്ടായി നിൽക്കുകയല്ലേ മറുഭാഗത്ത്. എന്നിട്ട് കൂടുതൽ കോൺഗ്രസിനോടുണ്ട്. അത് ഞാൻ അനൂപിനോട് ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വരുന്നു. ഞാൻ രാഹുലിലേക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ രാഹുലോട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ദയവ് ചെയ്ത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്ത കാര്യങ്ങൾ പറയരുത്. ഉത്തരവാദിത്തത്തോടു കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഞാൻ പറയട്ടെ രാഹുൽ പൂർത്തിയാക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങ് ദയവ് ചെയ്ത് ഇവിടെ വിളിച്ചു പറയരുത്. പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിവാഹിതയാണ്. നമ്മൾ അത് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പറയരുതെന്ന് ഞാൻ അങ്ങോട്ട് തടയുകയും ചെയ്തതാണ്. വിവാഹിതയായിട്ടും വിവാഹിതയാണെന്ന് പറയാതെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിവാഹിതയാണെന്നറിയാം, വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് ഒരു ബന്ധത്തിലേക്ക് അത് പോവുകയും ആ ബന്ധം ഏത് തരത്തിൽ എത്തി എന്ന കാര്യമാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നതൊന്ന് സമ്മതിച്ചിട്ട് തുടങ്ങാം. സ്മൃതിജി, 3 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ പല ചർച്ചകളിലായി രാഹുൽ ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ചർച്ചകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ലല്ലോ, എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ 8 കാണാം. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം അല്ലേ? കേസ് പഠിച്ചതിന്റെ ആത്മവിശ്വാസമാണ്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്.
അതുകൊണ്ടാണ് ശരി, വിഷയത്തിലേക്ക് വരൂ. മുഖ്യമന്ത്രിയും തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരൂ. എന്ത് പറയാം എന്ത് പറയേണ്ടെന്ന് ബാക്കി ആരെ അല്ല, ഞാൻ പറയും. അതായത് നമ്മുടെ വേദിയിൽ അല്ലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണമെന്നുള്ളത് എനിക്ക് പറയാമല്ലോ രാഹുൽ. അങ്ങയുടെ അഭിപ്രായം പറയാം, അതിലൊന്നും തടയുന്നില്ല. പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞോളൂ. ഒരു നിയമ വിദ്യാർത്ഥിയായ ലോയറായ മാധ്യമങ്ങളിൽ ഇത്രയും വർഷം പരിചയമുള്ള ചർച്ചയ്ക്കിരുന്ന് എനിക്കറിയാം എന്ത് പറയണം വേണ്ട എന്നുള്ളത്. 22 വർഷം ന്യൂസ് ചാനൽ മാത്രമാണ്. അതിനു മുമ്പ് ഒരു 5 വർഷം ഞാൻ TV വർക്ക് ചെയ്തിരുന്നു. അപ്പൊ 27 വർഷമുണ്ട് എനിക്ക് മാഡത്തെക്കാട്ടി കൂടുതൽ. അത് ഓർത്തിരുന്നാൽ മതി. ഇനി പോയിന്റിലേക്ക്. ഇന്നലെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ അടക്കം അനുവദിച്ചത് സ്വാഗതാർഹമാണ്. ഇന്ന് ബെയിലുമുണ്ട്. ആ ബെയിലിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല. പറയണമെങ്കിൽ എനിക്ക് റിപ്പോർട്ടിൽ വന്നിരുന്ന് പറയണ്ടല്ലോ. എന്റെ യൂട്യൂബിൽ പറഞ്ഞാൽ മതി, ലക്ഷക്കണക്കിന് ആരും കേൾക്കും. പക്ഷേ അത് ഇന്നും പറയുന്നില്ല, ഇന്നലെയും പറയില്ല, നാളെയും പറയില്ല. ഇന്നല്ലേ പരാതി കൊടുത്തുള്ളൂ, ഇന്നല്ലേ അതിജീവിതയായുള്ളൂ. എനിക്ക് മിനിഞ്ഞാന്ന് പറയായിരുന്നല്ലോ. ഈ കുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം എന്റെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാ പറയാത്തത്? അത് ആ പുരുഷനും കൂടി മോശമായതുകൊണ്ടാണ്. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു, ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പറയില്ല. ഇനിയും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, അതിൽ ഒരു വരി സ്മൃതി മാഡം വിടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടി സ്ഥാപിച്ചത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് രാഹുൽ ഇത് പറയൂ. വിവാഹിതയാണെന്ന് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തെ വഞ്ചിച്ചു എന്നല്ല അങ്ങ് പറഞ്ഞത്. അത് പൊളിഞ്ഞില്ലേ? അതായത് സമ്മതിച്ചിട്ട് ഇതിലേക്ക് വരൂ. അല്ല താങ്കൾ വായിച്ചില്ലെന്ന് തോന്നുന്നു ബെയിൽ ആപ്ലിക്കേഷൻ. അതിന്റെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഒക്കെ വായിച്ചു. താങ്കൾ ഇത് പറയൂ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടോട്ടെ. താങ്കൾ ആ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പോ ആദ്യം വിവാഹിതയാണെന്ന് പറഞ്ഞല്ലോ പരിചയപ്പെട്ടത്. ഈ ഫേസ്ബുക്കിലൂടെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട്, സാധാരണക്കാർ ശ്രദ്ധിക്കണേ, ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കുട്ടി. അപ്പോഴല്ല കല്യാണം ഉണ്ടെന്ന് പറഞ്ഞത്, പിന്നീടാണ് പറഞ്ഞത് എനിക്ക് ഗാർഹികമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന്. അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ബന്ധപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. അത് രാഹുലിന്റെ കൊടുത്ത ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടുണ്ട്. 3, യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ചർച്ച ചെയ്യണോ? എനിക്ക് വളരെ ഇഷ്ടവും ആദരവുള്ള ഒരാളാണ് നമ്മുടെ അനൂപ്. ശ്രീ അനൂപിനെ ഒരു നിമിഷം വിമർശിക്കാൻ എനിക്ക് അധികാരമാണ്. അനൂപിനെയും ശ്രീ അനൂപിനെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷം വളരെ പ്രസക്തമാണ്. ഇനി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലും ഒബ്സർവേഷനിലും ഉണ്ട്. അത് ശ്രീ അനൂപ് പറയില്ല. കാര്യം എന്താ അറിയാമോ? അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ്. 49 കേസുകൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ട്. 2, ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതാണെന്നും അവർ ബാക്കി 11 പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് ശ്രീ സനോജും പറയില്ല. അത് ഞാൻ CPM കാരനായോണ്ടല്ല പറയണത്, അതാണ് സത്യം എന്നുള്ളതുകൊണ്ടാണ്. ശ്രീ സനോജിനും അനൂപിനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ത്രീ വിരോധികളായി പോകുമോ, സ്മൃതി മാഡത്തിന്റെ അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രിയം ഇല്ലാതായി പോകുമോ എന്ന പേടി കൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളാണ്. മുകേഷിനെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീയെ ഓഗസ്റ്റ് 25-ന് തമിഴ്നാട്ടിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? അണ്ടർ ഏജ് ആയ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് എത്തിച്ചു കൊടുത്തതിന്. 11 പേർക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ നൽകിയത്. ഇന്നും ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ട്. ആ പേര് പറയാം. എൽദോസ് കുന്നപ്പള്ളിയെ വേട്ടയാടി, അത് ശ്രീ അനൂപ് പറയില്ല. കാര്യം അദ്ദേഹം പുരോഗമന ലിബറൽ സ്ത്രീപക്ഷക്കാരനാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ മോശക്കാരനാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡിഫൻസ് എന്താണ്? വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ് ഈ പെൺകുട്ടി, ഇനി അത് പറയാമല്ലേ, ആ ഡിഫൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു ബന്ധത്തിലാണ്, മാരീഡ് ആണെന്ന് പറയാമല്ലോ. ഇന്നലെ താങ്കളുടെ ചാനലിലൂടെയാണ് ആദ്യം അത് ലോകം പറഞ്ഞത്. പിന്നീട് ഞാൻ പോയ എല്ലാ ചാനലിലും പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ മാരീഡ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു ഇത്. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, നമ്മൾ ബഹുമാനിക്കുന്നു. ഞാനടക്കം നമ്മൾ എല്ലാവരും ബ്രേക്കപ്പിലൂടെ ഒക്കെ കടന്നുപോയതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ബ്രേക്കപ്പിന് ശേഷം അതിനെ വെപ്പണൈസ് ചെയ്തു. ഇനി ഏറ്റവും പ്രധാനം, സ്മൃതി മാഡത്തിന്റെ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ചാറ്റിലാണ് നമ്മളെല്ലാം അറിഞ്ഞത്. മാർച്ച് മാസത്തിലാണ് ഇവർ ബന്ധപ്പെട്ടതെന്ന്, ഇല്ലേ? മാർച്ച് മാസത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം, കുട്ടികൾ വേണം, കുഞ്ഞു വേണമെന്ന് പറയുന്നത്. ആ മാർച്ച് മാസത്തിൽ നടന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് റേപ്പ് ആകുന്നത് മാഡം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മാർച്ച് മാസം മുഴുവൻ ചെയ്യാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നു. പെൺകുട്ടി സമ്മതിക്കുന്നു. പിൽസ് വേണോന്ന് ചോദിക്കുന്നു. രാഹുൽ വേണ്ടാന്ന് പറയുന്നു. എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം, നമുക്ക് കുഞ്ഞ് വേണോന്ന് പറയുന്നു. എന്നിട്ട് മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ ബന്ധപ്പെടൽ റേപ്പ് ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി, അങ്ങപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളാണല്ലോ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് ഉത്തരവാദി എന്ന് കൂടി പറയുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നതിന്റെ ഗതികേടാണ് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി കൊടുത്തിട്ടല്ലേ. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടതല്ലേ? ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരാതെ വ്യക്തികളുടെ ഇടയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയേണ്ടി വരുന്നത്? ഈ പെൺകുട്ടിയെ പുറത്തു പറയാത്തത് ആ പെൺകുട്ടിയെ ബഹുമാനിച്ചിട്ടല്ലേ? ആ പെൺകുട്ടിയുടെ പ്രൈവസി, അവരുടെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, അവരുടെ കുടുംബക്കാർ, ഈ പയ്യന്റെ കുടുംബക്കാർ, ഇവരെയെല്ലാം ബഹുമാനിച്ചിട്ടല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്നലെ വരെ പുറത്തു പറയാതിരുന്നത് ആ മാന്യതയുള്ളതുകൊണ്ടല്ലേ? രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ അപ്പുറത്ത്
അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിക്കുകയാണല്ലോ. മാഡം, ഇന്നലെ അതേപോലെ ഞാൻ പറഞ്ഞുള്ളൂ. സൈബർ വേൾഡിൽ ഇന്നലെ വേറെ ഞാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞുള്ളൂ. രാഹുലിന് പ്രത്യേകിച്ച് ഇന്നലെ പറയേണ്ട ഞാൻ കാര്യമൊന്നുമില്ല. പറഞ്ഞുള്ളൂ. എത്രയോ അതിന് വേറെ മാസങ്ങൾക്ക് ആളുകളുണ്ട്. മുമ്പ് പറയായിരുന്നു. അതിന് വേറെ താങ്കൾ ആളുകളുണ്ട്. ആലോചിച്ചു. അങ്ങനെയാണ് ഇത് ഒറ്റ പ്രവർത്തിക്കുന്നത്. വരി ചോദിച്ചോട്ടെ. അങ്ങനെയാണ് താങ്കൾ എത്രയോ മാസം മുമ്പ് പറയായിരുന്നു. ഡിസംബർ എനിക്ക് 8-ലെ എത്രയോ വിധിയെയും താങ്കൾ ഇത്ര എനിക്ക് ആത്മവിശ്വാസത്തോടെ കാണുന്നതും. അല്ല, അതുകൊണ്ടല്ല, അത് നിയമം അറിയാവുന്നതുകൊണ്ടാ. ശരി, എത്രയോ നിയമം മാസം അറിയാവുന്ന മുമ്പ് ആൾ എനിക്ക് അല്പം മുമ്പ് പരാതിക്കാരുടെ പേരടക്കം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ പരാതിയല്ല ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ. അയ്യോ, ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം. ഒരു സെക്കൻഡ്, ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം. കാര്യം അത് CBI അന്വേഷിച്ച് തെറ്റാണെന്ന് കണ്ടെത്തി, കോടതി വിധി വന്നു. ഇനിയും പേര് പറയാം. അതായത് ഇനിയും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പേര് പറഞ്ഞുകൂടാന്നില്ല. ശരി, ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് വരാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ പ്രാഥമികമായി അറിയേണ്ടത് ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമോ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ FIR-ലെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും വരികയാണ്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എനിക്കിപ്പോൾ അതിൽ പ്രഭാഫേസി കേസ് നിൽക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. നോക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. ഓവർ ഇറ്റ് ഈസ് അവരുടെ മൊഴി നോക്കുമ്പോഴത്തേക്കും ഓഫൻസ് നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓഫൻസ് ഉണ്ട്. 482 ഇപ്പോഴത്തെ 482-ൽ ആൻറ്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യം കൊടുക്കണ്ടോ വേണ്ടയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടത് കോടതിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഗ്രേവർ ഓഫൻസസ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയെയും കൂടി കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ അലിഗേഷൻസ് ഉണ്ടാവുന്നതും ഏത് സാഹചര്യത്തിലാണ് അവർ ഈ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ കൺസെൻഷ്വൽ ആണെന്ന് ഉള്ള രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും ഹി ഹാസ് അഡ്മിറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. ആൻഡ് ഹി സബ്സിക്വൻ്റ്ലി അദ്ദേഹം പറയുന്നത് വേറെ ഷീ വാസ് മാരീഡ്, ഇതൊരു കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി അത് ഇന്ന് സബ്സിക്വൻ്റ്ലി സംഭവിച്ചിട്ടുണ്ടോ, സബ്സിക്വൻ്റ്ലി അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നോക്കേണ്ടി വരും. അവരുടെ മൊഴിയും പിന്നെ ഇദ്ദേഹത്തിനെ അങ്ങനെ മൊഴിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ കാണുമ്പോൾ അത് പ്രമാഫേസി കേസ് മേക്കൗട്ട് ചെയ്തു എന്നുള്ളത് വേണം കാണാനായിട്ട്. അതിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാപ്പൻസ് ടു ബി എൻ MLA. ഒന്ന്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഈസ് ഓൾസോ യൂസിങ്, അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ വൈകുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് അലിഗേഷൻ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ടൈമിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ വന്ന ടൈമിംഗ് FIR ഇപ്പോൾ വരുന്നതും എലക്ഷൻ പെട്ടെന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഒരു അലിഗേഷൻസാണ്. പക്ഷേ നേരത്തെ വരേണ്ടതായിരുന്നു. നേരത്തെ FIR ഇടാൻ ആ കുട്ടി എന്തുകൊണ്ടിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതും വേറെ കംപ്ലയിൻറ്റ്സ്. ഇതൊരു കേസല്ലല്ലോ, ഇത് ഒരു ഐസൊലേറ്റഡ് കേസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല കേസുകളുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. കോടതിയിൽ വരുമ്പോൾ കോടതിക്കും അറിയാം. കോടതി ഇതൊന്നും കണ്ണടച്ചിരുന്നിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. കോടതിക്ക് കാണാൻ പറ്റുമല്ലോ എന്താണ് ഇഷ്യൂ എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ ഈ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുക എന്നൊക്കെ പറയാം, ദാറ്റ്സ് എ ഫാർ ഫെച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അതൊന്നും ശരിയായിട്ടുള്ള ഒരു നിലപാടാണെന്ന്, പ്രത്യേകിച്ച് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലീനെ ജനങ്ങളെ നമ്മുടെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വരാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്, തികച്ചും ഇറസ്പോൺസിബിൾ ആയിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആക്റ്റും പലപ്പോഴും ഇറസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിഫൈ ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടീനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇല്ലേനും. അതുകൊണ്ടിട്ടാണ് അവരതിനെ ജസ്റ്റിഫൈ ചെയ്യാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ്. അവരതുകൊണ്ടിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യൂല. എനിക്ക് വലിയ എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ടിട്ട് ഈ പ്രമാഫേസി കേസ് മേക്കൗട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് പറയേണ്ടത്. ഞാൻ എത്രയും വെഹമെൻ്റായിട്ട് വാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് അല്ല, ഒരാളുടെ മാത്രമല്ല നമ്മൾ കാണുന്നത്. പലരുടെയും ഇഷ്യൂസ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു പാറ്റേണിലാണ് അത് പോകുന്നതെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെക്കും കൂടി അന്വേഷണം പോകേണ്ടി വരും. ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഫേസ്ബുക്കിൽ അതിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫേസ്ബുക്കിൽ മെസ്സേജ് വരുമ്പോൾ പല ഇൻഫർമേഷൻസും പല കാര്യങ്ങളും വരും. ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനുള്ള ഒരാളിനെ ഒരു രീതിയിലേക്കും നമ്മൾ
അതിലേക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പൊസിഷനും നിങ്ങളുടെ നിങ്ങൾക്ക് കുറച്ചും കൂടി റീച്ച് ഔട്ടും നിങ്ങൾക്ക് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതിലൊന്നും സംശയമൊന്നും വേണ്ട. അങ്ങനെ പോപ്പുലർ ആയ ഒരു നേതാവിനോട് നിൽക്കില്ല എന്ന് അങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഫേസ്ബുക്കിൽ സംസാരിക്കുന്നു എന്നുള്ളത് വലിയ കുറ്റമായിട്ട് കാണാനും പറ്റില്ലല്ലോ. പരിചയപ്പെട്ടിട്ടുണ്ടാകും, അങ്ങോട്ട് കയറി പരിചയപ്പെട്ടതാകാം. അങ്ങനെയാണെങ്കിൽ അല്ലാതെ അങ്ങനെ അങ്ങനെ എത്രയോ പേര് നമ്മളോട് പരിചയപ്പെടും. എന്തുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നമ്മളില്ലാതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മെസ്സയ്യോ ഏഞ്ചലോ യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ. നമ്മൾ അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും പോപ്പുലാരിറ്റി. അതിനുശേഷം വരുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് അറിയാനുള്ള ഒരു ഇതും കൂടി റെസ്പോൺസിബിലിറ്റിയും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും കാണിക്കണം. അതിനുശേഷം ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇപ്പോൾ എത്ര നാൾ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു? ഈ അലിഗേഷൻ വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കേസ് നിൽക്കുമോ ശിക്ഷിക്കുമോ എന്നുള്ളതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇഷ്യൂ. ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടൊക്കെ അല്ലേ ചെയ്യേണ്ടി വരിക. അല്ലാതെ നമ്മളെങ്ങനെ ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഡിവൈസസ് നോക്കേണ്ടി വരും. പക്ഷേ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ ഒരിക്കൽ പോലും അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ അത് തന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല, താനല്ല എന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബന്ധം നിഷേധിക്കുന്നുമില്ല ഈ മുൻകൂർ ജാമ്യം. അല്ലാതെ പക്ഷെ അതുകൊണ്ട് അതെല്ലാം അദ്ദേഹത്തിന് നിഷേധിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അതിന് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സായിട്ട് സഹകരിക്കണ്ടേ? അദ്ദേഹത്തിന് അത്യാവശ്യം പൊസിഷൻ ഒരു പാർട്ടി വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റിയിരുത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കണേന്നുണ്ടെങ്കിൽ അതും കൂടി കോടതി 482 ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതും കൂടി കാണേണ്ടി വരും. കോടതി തീരെ ഒന്നും കാണാത്തതൊന്നുമല്ല കോടതികൾ ഇത് കാണും. രണ്ട് രീതികളിലും പരിശോധിക്കും. ഇത് ബെയിലും കൊടുക്കുമ്പോൾ കോടതി കൺസിഡർ ചെയ്യണം ഇദ്ദേഹത്തിനെ ഇപ്പോൾ ശിക്ഷിക്കുമോ എന്നുള്ളതല്ല കൺസിഡർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആവശ്യം വരുമോ, ഇദ്ദേഹം ബാക്കിയുള്ള വിറ്റ്നസ്സസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ടോ, ഇത്രയാണ് കൺസിഡർ ചെയ്യുക. പിന്നെ കോടതിയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ, കോടതിയുടെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴോ ട്രയൽ നടക്കുന്ന സമയത്തോ വരാൻ സാധ്യതകളുണ്ട്. ഇത്രയാണ് കോടതി ഈ സമയത്ത് പരിശോധിക്കുള്ളൂ. കേസ് നിൽക്കില്ല എന്നുള്ളതൊന്നും കോടതിക്ക് ഇപ്പോൾ നോക്കാനുള്ള സാധ്യതകൾ കുറവാണ്, ചിലപ്പോൾ നോക്കാറുമുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രമാഫേസി അവരെന്താണ് പറയുന്നത്? ഈ പഴയ DPP വേഴ്സസ് മോർഗൻ എന്ന് പറഞ്ഞ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിൽ പറയുന്നത് ദാറ്റ് വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇറ്റ്സ് നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സ് വാസ് എ വൈഫ് ഓഫ് എ പേഴ്സൺ. ദർ വാസ് എൻ ഓർഗി. ഐ എം ജസ്റ്റ് ഞാൻ മോശമായിട്ട് പറയണമെന്ന് വിചാരിക്കരുത്, ഒരു ഫാക്സിൽ അങ്ങനെയാണ്. ആ ഓർഗിയുടെ ഇടയിൽ ഷീ സെഡ് നോ, ദി വിക്ടിം സെഡ് നോ, ഐ കനോട്ട് ഹാവ് ഇറ്റ് വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി ഹസ്ബൻഡാണ് അത് നടക്കുന്നത്. അതിൽ കോടതി പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ വെരി ഫേമസ് ജഡ്ജ്മെൻറ്റ്. അതാണ് നമ്മുടെ കോടതികൾ പലപ്പോഴും ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നീട് അവർ ആ പറയുന്ന സമയത്ത്, നോ പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓവർ, ദാറ്റ് കൺസെൻറ്റ് ഈസ് ഓവർ. ഈ കൺസെൻറ്റ് എപ്പോൾ തീർന്നു എന്നുള്ളത് നോക്കാനുള്ള ബാധ്യത ഉണ്ട്. ഏത് സമയത്താണ് ഗോളടിക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല പറഞ്ഞത്, അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിൽ പറഞ്ഞത് കേസ് എന്താണെന്ന് അറിയില്ല. ശരി 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 ശ്രീ രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ഈ പറയുന്ന കൺസെന്റ് രാഹുൽ പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, കൺസെന്റ് ഇല്ലാതെയാണ്, കൺസെന്റോട് കൂടിയാണോ മനസ്സിലാക്കിയത്? രാഹുൽ പറഞ്ഞു എന്നുള്ളതാണ്. രാഹുൽ അല്ലാതെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ അല്ലാതെ പറഞ്ഞേക്കണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു. പൂന്തോട്ടം സാർ ഒരിക്കലും അല്ല, ജോർജ് പൂന്തോട്ടത്തിൽ സാർ അല്ല, സ്മൃതിജി ഒരു സെക്കൻഡ് അല്ല, മാരാർ സാർ വളരെ സീരിയസ് ആയി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എവിടെയാണ് എന്താണ് കേസെന്ന് അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, രാഹുൽ അല്ല അത് പറഞ്ഞത്. ദയവായി ആ അങ്ങൊന്ന് മനസ്സിൽ വെക്കണം, റിക്വസ്റ്റ് ആണ്. ശരി, ഞാൻ പൂന്തോട്ടം സാറാണ് അത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ തെറ്റായിരിക്കും, ഞാനത് തിരിച്ചെടുക്കണം. പക്ഷേ കൺസെൻറ്റ് എന്ന് പറയുന്ന സാധനം, കൺസെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. വൺസ് കൺസെൻറ്റ് ഡസ് നോട്ട് മീൻ യു വിൽ കൺസെൻറ്റ് ഫോർ എവർ ഇൻ യുവർ എന്താണ് തെളിവായിട്ട് എടുക്കുക? കാരണം ഇപ്പോൾ ഈ പറയുന്ന മൊഴികളിലുള്ള കാര്യം, ഇപ്പോൾ അധികാരത്തിൽ നിന്നുള്ള ബലാത്സംഗം ചുമത്തിയിരിക്കുന്ന BNS 64(2) ആണ് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം. രണ്ടാമത്തത് ഗർഭിണിയാകുമെന്ന അറിവോടുകൂടിയുള്ള ബലാത്സംഗം, ആവർത്തിച്ചുള്ള ബലാത്സംഗം, ഇതൊക്കെയാണ് ചുമത്തിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം, അതൊരു ജാമ്യമില്ലാ കുറ്റമാണ്, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. നിർബന്ധിത ഗർഭഛിദ്രം എന്നതിൻ്റെ ആ ശബ്ദരേഖയിൽ തന്നെ ചില തെളിവുകളുണ്ട്.
അത് അവർ കരഞ്ഞങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും അതിൽ അയാൾ നൽകുന്ന മറുപടിയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കോടതി എടുക്കില്ലേ? നിർബന്ധമായിട്ട് എടുക്കും. ഇതും എടുക്കും. ഇതുപോലെ തന്നെ ഇത് പരാതി വൈകാനുള്ള കാരണങ്ങൾ, അതേപോലെ ഏത് സമയത്താണ് പരാതി വരുന്നത്, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലും അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. ഇത് എത്രത്തോളം കൺസിഡർ ചെയ്യേണ്ട കേസാണെന്നുള്ളതും കോടതി നോക്കുകയും ചെയ്യും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻസ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് കണ്ടക്ട് എന്താണെന്നുള്ളതും ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. കോടതി ഒന്നും കൺസിഡർ ചെയ്യാതിരിക്കില്ല. ഇവർ പറയുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ വിക്ടിം പറയുന്ന കാര്യങ്ങളുടെ വിക്ടിംസ് എത്രത്തോളം ഞാൻ പറയുന്നത് ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ബെയിൽ ഡിലേ ചെയ്യുകയില്ല. പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടോ ബെയിൽ ഡിനൈ ചെയ്യില്ല. പകരം ഇവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത കാണുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നാളെ വിക്ടിമിന് എന്തെങ്കിലും ഹരാസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം കൺസിഡർ ചെയ്യും. അവരുടെ പ്രൈവസീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അവരെ മലീഷ്യസ് ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ, അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ റെസ്ട്രെയിൻസ് ഇദ്ദേഹം അതായത് അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് 482 അതായത് ഇതൊരു ഡിസ്ക്രിഷണറി റിലീഫാണല്ലോ, ഇൻവെസ്റ്റിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ കാരണങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള രീതിയിൽ രണ്ടുപേരുടെയും റൈറ്റ്സിനെ നോക്കിക്കൊണ്ട്, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് പാർട്ടീൻ്റെ വിക്ടിമിൻ്റെ റൈറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നാൾ വൈകി പരാതി കൊടുത്തത് വേറെ എന്തെങ്കിലും കാരണം, നമ്മളിപ്പോൾ എല്ലാം പറയുന്നുണ്ട്, ഇന്ന് ഇലക്ഷനാണ്, ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അവർ വിക്ടിം പരാതി കൊടുക്കാതിരുന്നത് വേറെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ, അതോ ഇതൊരു ഇലക്ഷൻ്റെ സ്റ്റണ്ട് മാത്രമാണോ, ഇതെല്ലാം കോടതി നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോടതിയുടെ കണ്ണുകൾ ഞാൻ പറയുന്നത് ഒട്ടും അന്ധമല്ല. കോടതികളെല്ലാം ഞാൻ കേസ് നിൽക്കുമോ എന്നല്ല കേട്ടോ ചോദിച്ചത്, പ്രഥമ ദൃഷ്ട്യാ നിൽക്കുമോ എന്ന ചോദ്യമായിരുന്നു. ഞാൻ ശ്രീദാമോദർ പ്രസാദിലേക്ക്. ശ്രീദാമോദർ പ്രസാദ്, ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പറയുന്ന കാരണം ഈ യുവതിയുടെ ഭർത്താവ് ഒരു BJP-കാരനാണ്, CPM-ഉം BJP-യും നിന്നുള്ള ഒത്തുകളി എന്ന രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഈ യുവതിയുടെ മൊഴിയുടെ വിവരങ്ങൾ, FIR-ലെ വിവരങ്ങൾ വായിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അല്ല, രാഹുൽ മാങ്കൂട്ടം അയാളുടെ റൈറ്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത് കേസ് തള്ളിപ്പോകാനുള്ള വാദങ്ങൾ ഉന്നയിക്കുമല്ലോ. പക്ഷേ ഒന്ന് രണ്ട് കാര്യം സ്മൃതി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു പൊതുപ്രവർത്തകൻ വന്ന ഈ പൊതുരംഗത്ത് വന്നതിന് സംവൺ ഈസ് കെയറിങ്, സംവൺ കെയേഴ്സ് എന്നൊരു മറുപടി സമൂഹത്തിലുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാര്യം പൊതുസമൂഹം ശുചിത്വം പാലിക്കുക, പൊതുരാഷ്ട്രീയം, പൊതുസമൂഹത്തിലൊരു ഹൈജീൻ ഉണ്ടായിരിക്കുന്നത്, ഇത് മാത്രമല്ല അഴിമതി, സ്വജനപക്ഷ ഒരുപാട് കാര്യമുണ്ട്. ഇതിലൊക്കെ തന്നെ ശുചിത്വം ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു കാര്യത്തിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് വളരെ പോസ്റ്റ് കാര്യം. ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ വരികയും പരാതി ജെന്യൂൻ ആണെങ്കിൽ അതിനൊക്കെ നടപടി ഉണ്ടാവും എന്നുള്ളത് എന്തും ആശാവഹമായിട്ടുള്ള കാര്യം തന്നെ സംശയമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഇതുപോലുള്ള ഈ സ്ത്രീ പീഡകന്മാർക്ക്, ലൈംഗിക ചൂഷകർക്ക് ഒരുപാട് ഡിഫൻഡേഴ്സ് ഉണ്ടാവും. അവരൊക്കെ അത് നമുക്ക് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ടല്ല പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡിനുള്ള മറുപടി ആവശ്യമാണ്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അറിവുകളോ രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ നിഗൂഢ ശാസ്ത്രമോ നമുക്കറിയില്ല. പക്ഷേ കേട്ടെടുത്തോളം രണ്ട് കാര്യമുണ്ട്. ആദ്യം ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. ആ ഓഡിയോ ക്ലിപ്പിൽ മനസ്സിലാക്കുന്ന കാര്യം ഇതൊരു കൺസെൻഷ്യലായിട്ടുള്ള ബന്ധമായിരുന്നു, ഒരു സമ്മതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സമ്മതിയുള്ള ഒരു ലൈംഗിക ബന്ധം ഒരു കാരണവശാലും കുറ്റകൃത്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലുണ്ടായിരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഗർഭം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഗർഭചിത്രം എന്ന വാക്ക് തന്നെ വളരെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഫെമിനിസ്റ്റുകൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഗർഭചിത്രം, എബോർഷൻ സ്ത്രീകളുടെ റൈറ്റാണ്. ഈ ഗർഭചിത്രം ഒരു വയലൻസിൻ്റെ സ്വഭാവം ഒന്നും കാണിക്കുക, ഗർഭം അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് അവർ പല ദേവികയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ആവർത്തിച്ച് പറയുന്ന കാര്യം. അപ്പോൾ ഗർഭം അഴിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കുറിച്ചായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. അപ്പോൾ ഈ മെഗ്നൽ നമ്മുടെ ബഹുമാനപ്പെട്ട രഞ്ജിത്ത് മാരാർ സാറിന് അറിയുണ്ടാവും. അപ്പോൾ ഈ MTP ആക്ടിലൊക്കെ കൃത്യമായിട്ട് പറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഇടപെടൽ നടത്തുകയോ സ്വാധീനിക്കുകയോ എബറ്റുകയോ ചെയ്യുന്ന ഒരു ക്രൈമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ആ ക്രൈം നിൽക്കില്ല. പക്ഷേ ഇവിടെ പരാതി മാറുകയും പരാതി ബലാത്സംഗത്തിലേക്കും ബലാത്കാരത്തിലേക്കും മാറുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറും. പക്ഷെ അപ്പോഴും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ലോ. അത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്.
സുഹൃത്ത് വഴി മരുന്ന് കൊടുത്തു. ഇതൊക്കെ ആ മൊഴിയിലുള്ളതാണ്. അതുള്ള ഒരു രാഹുലിന് ഡിഫൻസ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ അകത്ത് ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരുപാട് കാര്യം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ സൗണ്ട് ക്ലിപ്പും തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ തെളിയിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കാര്യം എന്തായിരുന്നു ബന്ധം? കാര്യം ആദ്യഘട്ടത്തിൽ നമ്മൾ അറിയുന്ന കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം വളരെ സുതാര്യവും സ്നേഹപൂർണ്ണമായിരുന്നു. അതിൻ്റെ അകത്ത് ഏക പ്രശ്നം എന്ന് പറയുന്നത് ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത് കേട്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് ആ ഡൈമെൻഷൻ, പക്ഷെ അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ വശമുണ്ട്, ഇല്ലാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് തന്നെയാണ് രാഷ്ട്രീയ വശം ഇതിൻ്റെ അകത്ത് കാണാതിരിക്കാൻ പറ്റില്ല. ആ രാഷ്ട്രീയ വശം എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇലക്ഷൻ്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയാണ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കുന്നത്. ഈ പരാതി നേരത്തെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ചോദിച്ച പോലെ ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. പരാതി ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ലൈംഗിക ചൂഷണം ഇതേ പരാതി എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാനും അവർക്ക് എന്താ പറയുക നിയമപരമായിട്ട് അവകാശമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പ്രശ്നം നമ്മൾ കാണാതിരിക്കേണ്ട കാര്യം അത് കേരള സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കായിരുന്നു പരിസാരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ സ്വഭാവമുണ്ട്. കാര്യം അതിനകത്ത് ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ആ ആയുധമായിട്ട് ഉപയോഗിക്കാനും സ്വഭാവം ഇലക്ഷൻ്റെ സമയത്തുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യം എത്ര ഭരണനേട്ടത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ശബരിമലയിലെ വൻകിട കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കേരളത്തിൽ വലിയ പ്രചാരമുണ്ട്. അത് മാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്നു. ആ തലക്കെട്ട് മാറ്റുക എന്നുള്ള സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലക്കെട്ട് അന്ന് ശബരിമല കൊള്ളാറിന് പത്മകുമാറടക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്ന മന്ത്രിയുടെ അന്വേഷണം നടക്കാവുന്നു. അപ്പോൾ ആ തലക്കെട്ടിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം ശബരിമല കേരളത്തിൽ എല്ലാ മനുഷ്യരും സ്വാധീനിക്കുന്ന കാര്യം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം വേഴ്സസ് ശബരിമല വിഷയം വരെയാണ് ശബരിമലയ്ക്കായിരിക്കും ഒരുപക്ഷെ സ്വാധീനിക്കാൻ കൂടുതൽ സാധിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ ആ തലക്കെട്ട് നീക്കം ചെയ്യാവുന്ന രാഷ്ട്രീയ ആവശ്യം ആ ഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ സമയത്ത് അവരുടെ മുമ്പിൽ ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു ഭാഗത്ത് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയം ഉപയോഗിക്കാൻ പറ്റുന്ന ആ രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിച്ചു. ആ രാഷ്ട്രീയം ഉപയോഗിച്ചതിന് സമൂഹം എങ്ങനെ കാണുന്നത് കണ്ട്. കാര്യം ഇത്ര കാര്യം ഉപയോഗിക്കുമ്പോഴും CPM-നെതിരെ പല ചോദ്യങ്ങളുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട DFI നേതാവ് പറയുന്നൊരു കാര്യം ശരിയാണ്, അവർക്ക് കോടതി ഒന്നുമില്ല. പക്ഷേ ചില നടപടികൾ നമ്മളുണ്ട്. ഇപ്പോൾ വേറെ വിഷയമാണ് പറയുന്നത്, ഞാൻ ഇതേക്കുറിച്ചല്ല, ഇതിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി TP വധക്കേസിലെ കുഞ്ഞനന്ദൻ കോടതി ശിക്ഷിച്ചാലും ഞങ്ങൾ ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്ക് എല്ലാ കാര്യം വ്യത്യസ്ത നിലപാടുണ്ട്. പാർട്ടിക്ക് എന്ത് പരാതി വന്നാൽ ക്രിമിനൽ പരാതിയാണെങ്കിലും അത് ഔദ്യോഗികമായ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക പോലീസിൽ കൊടുക്കുന്നതിന് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം ഈ പരാതി തന്നെ ഗ്രേഡ് ചെയ്യുന്നൊരു കമ്മീഷൻ പാലക്കാട് ഉണ്ടായിരുന്നു. പത്രങ്ങളൊക്കെ വായിച്ചാൽ അറിവ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പോയി അന്വേഷിച്ച പത്രങ്ങൾ വായിച്ച അറിവ് ഒരു ബഹുമാനപ്പെട്ട വളരെ സീനിയറുടെ നേതാവാണ് പീഡനത്തിൻ്റെ ഗ്രേഡ് ചെയ്തത്. കുറഞ്ഞ പീഡനം, കൂടിയ പീഡനം ഗ്രേഡ് നമുക്കറിയാം. അപ്പോൾ അപഹാസ്യമായിട്ട് പല കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നിലപാടിൽ ഒരു സുതാര്യത ഉണ്ടായി ഞാൻ പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് പരാതി വരുമ്പോൾ അതിനെ തള്ളിക്കളയാനും അയാളെ പുറത്താക്കാനും ഒരു നടപടിയുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അതിൻ്റെ അകത്ത് പല വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പ്രസിഡന്റ് പറഞ്ഞ അതേപോലെ ആവർത്തിക്കുന്ന ഒരു നേതാക്കളൊക്കെ വളരെ എക്കാലത്തും ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിന് വ്യത്യസ്ത അഭിപ്രായം ഒരു പക്ഷേ ഒരേ നാട്ടുകാരെന്ന് അല്ലെങ്കിൽ അടൂർ പ്രകാശ് വ്യത്യസ്ത അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കോൺഗ്രസ് അതിനകത്ത് നിലപാട് സ്വീകരിച്ചിട്ട് കാര്യം ഇയാൾ അകറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയമായിട്ടും ഒരു പൊതുരംഗത്ത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ട് തന്നെയായിരിക്കും കേരള ചർച്ചയുമാണ്. ഇടതുപക്ഷത്തിനും ഇത് ധാർമ്മിക പ്രശ്നം ഇപ്പോൾ എത്ര സമരം നടത്തിയാലും, ഇത് ലൈംഗിക ചൂഷണത്തിൻ്റെ സമരം നടത്തിയാലും ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഇത് വരാമാണ്. ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യം രാഷ്ട്രീയമായിട്ടാണ് ഇലക്ഷൻ ഉപയോഗിക്കപ്പെട്ടത്. അതിനുശേഷം അത് വിസ്മരിക്കപ്പെട്ടു പോയി. അതിനുശേഷം നമുക്കറിയാം ഉമ്മൻചാണ്ടി ക്ലീൻ ആയിട്ട് പുറത്തു വരികയും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ ഇമേജ് അതിനുശേഷം വർദ്ധിച്ചത് അദ്ദേഹം ജീവിച്ചതിനേക്കാളും വലിയ ഇമേജിലേക്ക് മാറി. നാളെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. പക്ഷേ അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമം അതിൻ്റെ അകത്തുള്ളതാണ്. ഈ പരാതി കൊടുത്ത സന്ദർഭം നമ്മൾ കാണാതിരിക്കുന്ന അർത്ഥമില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ പരാതി സ്വീകരിക്കുന്നവരുടെ കാര്യം ഇത്രയും കാലം ചർച്ച നടക്കുകയായിരുന്നു. എന്തായിരുന്നു ഈ കാലം? അതായത് ഇവിടെ ആരോപണവും രണ്ട് തരത്തിലാണ് ശ്രീ ദാമോദർ പ്രസാദ്. അതൊരു താരതമ്യം ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ആ ശബ്ദം അദ്ദേഹം നിഷേധിക്കുന്നില്ല, ബന്ധം നിഷേധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതന്നെ ഈ താരതമ്യം എന്നുള്ളത് ഈ സംഭവങ്ങൾ തമ്മിൽ താരതമ്യമല്ല പറയുന്നത്. അത് രണ്ടൊരു കാര്യമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം ഇതിനോടുത്ത സമീപനം, ഒരു പൊതുപ്രവർത്തനങ്ങളുടെ സമീപനം വളരെ എന്താ പറയുക ഗുരുതരമായ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സമീപനം ആദ്യം. ഹൂ കെയേഴ്സ്, അതാരും മറക്കില്ല. ഒരു പക്ഷേ അയാളുടെ വീഴ്ച ശരിക്കുള്ള പതനം ആരംഭിച്ച ആ ദിവസം ഈ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഒരു പൊതുപ്രവർത്തനയ്ക്ക് ദയവ് ചെയ്തിട്ട് പറയരുത്. അത് അയാളുടെ പതനം തുടങ്ങിയത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഹൂ കെയേഴ്സ്. ആ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു പൊതുപ്രവർത്തനം യോജിച്ചതല്ല. അന്നത്തെ ആ വീഴ്ചയിൽ നിന്ന് അയാൾ ഉയർന്നിട്ടില്ല. അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷേ അതിന് ഞാൻ പറയുന്നതിന് നിയമവശവും ഇത് രാഷ്ട്രീയ വശങ്ങളാണ്. നിയമവശത്തിൻ്റെ കാര്യത്തിൽ
അത് കൂടുതൽ അന്വേഷണങ്ങൾ വിധേയമാവണം. കാര്യം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കാര്യം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയിരിക്കണം. ആൻറ്റിസിപ്പേറ്ററി പോലെ ബെയിലിന് പോയ സമയത്ത് കോടതി സ്വഭാവമായിട്ട് ഇത്തരം കാര്യങ്ങളുടെ പിന്നെ പ്രാഥമിക മെറിറ്റിലെങ്കിലും നോക്കുമല്ലോ. ഈ പരാതി കൊടുത്ത സമയം നേരത്തെ അഡ്വക്കേറ്റ് കൃത്യമായി സൂചിപ്പിച്ചു പരാതി കൊടുത്ത സമയം. കാരണം ഈ പരാതി വൈകാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യം പരാതി ഉണ്ടായിരുന്നില്ല. ഒരു തേർഡ് പേഴ്സൺ പരാതിയിലെ കേസ് ആരംഭിച്ചു. അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെയും UDF-നും പ്രതിസന്ധിയിൽപ്പെടുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിസന്ധിപ്പെടുത്താനുള്ള കാര്യമാണ് തേർഡ് പേഴ്സൺ പരാതി. ഒരു പുതിയ നീക്കമായിരുന്നു അത്. അതിനുശേഷമാണ് ഇലക്ഷൻ്റെ തലേന്നാൾ വെച്ചാൽ ഒരു വളരെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ പരാതി വരും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രകടമായ സ്വഭാവമുണ്ട്. ആ രാഷ്ട്രീയമായ പ്രകട സ്വഭാവത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും കണ്ണടച്ച് നീട്ടാക്കാൻ ശ്രമിച്ചാലും ശബരിമല തലക്കെട്ടുന്നും ശബരിമല മാധ്യമ തലക്കെട്ടുന്നും മാറ്റുക, ആൾക്കാരെ മനസ്സിൽ മാറ്റുക എന്നുള്ള. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു ഇതാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് ഇലക്ഷൻ പ്രതികരിക്കുന്നു നമുക്കറിയില്ല. ശബരിമല പക്ഷെ അതേസമയം തന്നെ നിർത്തിയിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് രാഹുലുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല എന്ന്. പക്ഷേ നിയമസഭ തുടങ്ങിയ ദിവസം സഭയിലേക്ക് വന്നത് പാർട്ടിയുടെ ഭൂരിപക്ഷ നിലപാടിന് വിരുദ്ധമായിട്ടാണ് നമുക്കറിയാം. ആ വരവ് എങ്ങനെയായിരുന്നു? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് സഭയിലെത്തിയത്. അത് പാർട്ടി വിരുദ്ധ നിലപാടാണെങ്കിൽ ഈ നേമം ഷജീറിനെതിരെ നടപടി വേണ്ടേ? അതുണ്ടായോ? ഇല്ല. ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് സജീവമായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പങ്കെടുത്തു. അവിടെ അതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചു. ആ പ്രഖ്യാപനത്തിന് ആ ഘട്ടത്തിൽ മുഴുവൻ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പറഞ്ഞാലും പാർട്ടിക്കൊപ്പം നടക്കുകയാണ്. അത് നേതാക്കളുടെ അറിവോടെ, നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? സ്മൃതി, എനിക്ക് മതിയായ സമയം വേണം. ഞാൻ എൻ്റെ ഊഴം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചാനലിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ CPM-ൻ്റെ പ്രതിനിധി അടക്കം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചൊരു വിമർശനം എന്ന് പറയുന്നത് ഞങ്ങൾ കടലാസിൽ നടപടിയെടുത്തെന്നാണ്. ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങൾ കടലാസിൽ തന്നെയാണ് നടപടിയെടുത്തത്. ഏത് കടലാസിലത്? കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ ലെറ്റർ പേഡിൽ സ്പീക്കർക്ക് എഴുതി കൊടുത്തു. അയാൾ മാറ്റി. അല്ലാതെ ഞങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന കൂട്ടർക്ക് ഇപ്പോൾ സ്മൃതി അടക്കം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ ഞങ്ങൾ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു. പക്ഷെ ഞങ്ങൾ വിമർശിക്കാനുള്ള ധാർമ്മികമായ ഒരു ശുദ്ധിയും കേരളത്തിലെ CPM-ന് ഇല്ലെന്നേ. ഇവർ കടലാസിലെങ്കിലും ഇത്തരം സമാനമായ സംഭവങ്ങൾ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണോ? ഇപ്പോൾ പോലും പാലത്തായി കേസിൽ ഒരു പെൺകുട്ടിയെ സംഘപരിവാറുകാരൻ പീഡിപ്പിച്ച കേസിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം മുഴുവൻ അതിന് കൂട്ടുനിൽക്കുകയും കൗൺസിലർമാരെ പോലും അതിനുവേണ്ടി ആ കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്ന കൗൺസിലർമാർക്കെതിരെ പോലും നടപടി സ്വീകരിക്കാത്തതിന് കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങപ്പെട്ട ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ ചിലവിൽ സ്ത്രീ സംരക്ഷകരാവാൻ നോക്കണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് അത് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പരിചയമായി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശബരിമല ഉൾപ്പെടെ ഈ പറയുന്ന PM ശ്രീ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ സംഘപരിവാർവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു മാറ്റാൻ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ആഗ്രഹമാണ് നിങ്ങൾക്കെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. പിന്നെ ഒരു രാഹുൽ ഈശ്വറിനോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പിൻപറ്റുന്ന ആളുകളാണ്. രാഹുൽ മാങ്കൂട്ടം ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വേട്ടയാടുന്ന സമയത്ത് അതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായ ഒരാളുകൾ ചെയ്യുന്നതിൻ്റെ ബാധ്യതയൊന്നും ഒരു പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലോറിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ച ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്താൽ പാർട്ടിക്ക് അതിന് ബാധ്യതയുണ്ടോ? എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും ഈ പാർട്ടിയുടെ സംബന്ധിച്ച് അതിൻ്റെ ഏത് ഹൈറാർക്കിയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലും അദ്ദേഹം ആ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകുമ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഉള്ള ബാധ്യത. കാരണം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ? ഇവിടെ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വീകരിച്ച നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത്. സർക്കാർ ഇപ്പോഴാണ് നടപടി സ്വീകരിക്കുന്നത്. ആ നടപടിയോട് ഞങ്ങൾ പ്രതികരിക്കും എന്നൊരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക്. അല്ല, പക്ഷേ അല്ലല്ല, ഒറ്റ ചോദ്യത്തിന് കൂടി മറുപടി. അനൂപ്, 7:50 ആയിട്ടുള്ളൂ. ഒറ്റ ചോദ്യത്തിന് കൂടി മറുപടി. അങ്ങനെയെങ്കിൽ ഈ പാർട്ടി പരിപാടികൾ എങ്ങനെയാണ് ഇയാൾ പങ്കെടുക്കുന്നത്? അനൂപ് പോയിരിക്കുന്നു. സനോജ്, അങ്ങേക്ക് മറുപടി നൽകാം. ഇപ്പോൾ അനൂപ് പറഞ്ഞതും ഉണ്ട്, നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അനൂപ് മറുപടി പറയാതെയാണ് പോയത്. അതായത് കടലാസിൽ നടപടി പ്രഖ്യാപിച്ചിട്ട്
ഞങ്ങൾ ഇയാളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുക, അയാൾ പോകുന്നിടത്തെല്ലാം കോൺഗ്രസ് ആളുകളെ കൂട്ടുക, മുദ്രാവാക്യം വിളിക്കുക, അയാൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കുക. കോൺഗ്രസിന് തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഏറ്റവും തലമുതിർന്ന കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDF നിലവിലെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം VD സതീശൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പെൺകുട്ടി കൊടുത്ത പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണം എന്നാണോ നിങ്ങളിതിന് പറയുന്നത്? അല്ലാതെ ഈ ഇരക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇരയുടെ കൂടെ, ഈ അതിജീവിതയുടെ കൂടെ നിൽക്കും എന്ന നിലപാടാണോ നിങ്ങൾ ജനങ്ങളോട് പറയുക? അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടന്നു, അവരെ പേരിൽ നടപടി എടുത്തിട്ടില്ലല്ലോ. എന്നാൽ അവരെ പേരിൽ പരാതി ഉണ്ടായിരുന്നു, നടപടി എടുത്തിട്ടില്ല. എന്നാൽ ഈ രാഹുലിൻ്റെ പേരിൽ പരാതി ഇന്നലെ വരുന്നേ ഉള്ളൂ. പക്ഷേ ഇന്നലെ പരാതി വരുന്നതിന് മുന്നേ തന്നെ എന്തിനാണ് രാഹുലിൻ്റെ പേരിൽ നടപടിയെടുത്തത്? എന്നാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ VD സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ നിരവധി തെളിവുകൾ വന്നിട്ടുണ്ട്, നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതിയെല്ലാം പരിശോധിച്ച് നേതൃനിരയിൽപ്പെട്ട ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചത് എന്ന് നേരത്തെ ഒരു ഭാഗത്ത് പറയാണ്. അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് പറയാം, മറുഭാഗത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ്, അത് രാഹുലിനെ ഇല്ലാതാക്കാനാണ്, കോൺഗ്രസിൽ വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുക. അപ്പോൾ കോൺഗ്രസിൻ്റെ കൃത്യമായ ഒരു നിലപാടറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം എന്ന പെർവട്ടൻ്റെ കൂടെയാണോ, ഈ അതിജീവിതയുടെ കൂടെയാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊരു കാര്യം, ഇതിപ്പോൾ ചില വിഷയ വിദഗ്ധർ എന്നൊക്കെയുള്ള ലേബൽ ഒട്ടിച്ചിട്ട് UDF വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ പറഞ്ഞല്ലോ, ചില നിരീക്ഷകരൊക്കെ ആയിട്ട് പല അഭിപ്രായങ്ങളും. അതൊക്കെ ഇവിടെ ലോകത്ത് എന്ത് സംഭവിക്കുമ്പോഴും അതെല്ലാം CPM കൂട്ടിച്ചേർത്ത് അങ്ങ് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കൊണ്ടുപോവുക എന്നൊക്കെ പല ഘട്ടങ്ങളായി നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ രാഹുലിൻ്റെ പേരിൽ ഈ പരാതി മാത്രമാണ് ഉള്ളത്. ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ വേറൊരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം നിങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ, അതെന്തായി ആ കാര്യങ്ങൾ? ആ പെൺകുട്ടി എത്ര സങ്കടത്തോടു കൂടിയിട്ടാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം വിവരിച്ചത്? അത് ശരിയാണ്, ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികൾ വന്നിട്ടുണ്ട് സനോജ്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാതെ നേരെ മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നതിലാണ് അതിൽ രാഷ്ട്രീയം എന്നാണ് ചോദിക്കുന്നത്. അല്ല, പോലീസിൽ പരാതി നൽകണോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകണോ, അതെല്ലാം അതിജീവിത ആ ഇരകൾ തീരുമാനിക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണോ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്? ഞങ്ങളെല്ലാം എത്ര പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ ഒരു ദിവസം മുഖ്യമന്ത്രി കിട്ടുന്ന പരാതിയുടെ എണ്ണം എത്രയാണ്? ആ പരാതിയെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയിൽ കിട്ടുന്ന പരാതി, മന്ത്രിമാർക്ക് കൊടുക്കുന്ന പരാതി, ഇതെല്ലാം നേരെ DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതെല്ലാം ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ അതിജീവിത പരാതി കൊടുക്കാൻ കാരണമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു MLA ആണ്, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആളാണ്, നേരത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഭീഷണി ഉണ്ടായി, കൊല്ലുമെന്ന ഭീഷണി ഉണ്ടായി, വലിയ അവരുടെ സൈബർ കൂട്ടങ്ങൾ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ നിലയിൽ മാനസികമായ സംഘർഷത്തിലാണ് ആ പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ ദുരനുഭവങ്ങൾ ഒരു പരാതിയായിട്ട് പറയുന്നത് എന്താണ് ഇത്ര തെറ്റ്? അത് തെറ്റാണോ? അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. ഇതെല്ലാം നേരത്തെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വാദങ്ങളൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പറയുന്നതിനൊന്നും മറുപടി പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ നാളെ ഗോവിന്ദസ്വാമിയെ ന്യായീകരിച്ചാലും നമ്മൾ അത്ഭുതപ്പെടുന്നില്ല. കാരണം രാഹുൽ ഈശ്വറിന്റെ പണി അതാണ്. കേരളീയ സമൂഹത്തിൽ രാഹുൽ ഈശ്വറിന്റെ സംഭാവന അല്ലെങ്കിൽ രാഹുൽ ഈശ്വരൻ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പെർവെട്ടുകളെയും സ്ത്രീപീഡകന്മാരെയുമെല്ലാം പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തലത്തിൽ വ്യാഖ്യാനിച്ച് അതിനൊരു സൈദ്ധാന്തിക നിറം നൽകിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുക. അത് ആ പണിയാണ് എടുക്കട്ടെ. അതിനൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു തരത്തിലുള്ള വിലയും കൊടുക്കുന്ന നിലയുണ്ടാവില്ല. അതുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിനൊന്നും മറുപടി പറഞ്ഞിട്ട് വെറുതെ സമയം കളയുന്നില്ല. ഏതായാലും ഇന്ന് കേരളത്തിൽ വളരെ ഗൗരവമായി സമാനതകളില്ലാത്ത ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത കേരളത്തിലെ അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി ആരോപണങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ബ്രേക്കപ്പുകളും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതും ഇതെല്ലാം ഒന്നല്ലേ, അന്ന് നിങ്ങൾ അങ്ങനെ എടുത്തു, ഇന്ന് ഇങ്ങനെ എടുത്തു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല.
കാരണം ഇത് സമാനതകളില്ലാത്ത അനുഭവമാണ്. ഇത് ഒരു പെൺകുട്ടിയല്ല, 2 പെൺകുട്ടിയല്ല, 3 പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികൾ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം ഇന്നലെ പരാതി കൊടുത്തു. ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങളുടെ ചാനൽ തന്നെ പുറത്തുവിട്ട ഓഡിയോയിലെ പെൺകുട്ടി ഇനി വരാനുണ്ട്, മറ്റു ചില പെൺകുട്ടികൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സാധാരണ സംഭവമായി ചിത്രീകരിച്ച് മറ്റ് പാർട്ടികളൊക്കെ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന നിലയിൽ വ്യാഖ്യാനിച്ച് അതിനെ ചെറുതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിവാഹിതയാണ്, വിവാഹത്തിൽ ചില പ്രശ്നങ്ങൾ, അവിടെ ഗാർഹിക പീഡനമടക്കം ആണ് അതിൽ പറയുന്ന ഒരു കാര്യം. അത് അനുഭവിച്ച പെൺകുട്ടിയാണ്, അങ്ങനെ സംസാരിച്ച് അടുപ്പമായി എന്നുള്ളതാണ്. അതായത് ഗാർഹിക പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിൽ ആവുകയും ആ പെൺകുട്ടിയെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ അതിന്റെ ഗൗരവം കൂട്ടുന്ന തരത്തിൽ അയാൾ തന്നെ അയാളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു വിഷയം കൂടിയില്ലേ? അവരൊരു ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടൊരു വക്കീലിനെ പോയി കാണിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള വക്കീലിനെ കേസ് ഏൽപ്പിച്ചിട്ട് നടത്താൻ വേണ്ടി പറയുകയോ മജിസ്ട്രേറ്റ് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പരിപാടി അതിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിറ്റുവേഷനിലാണ് ഇദ്ദേഹം അതിനെ ഇത് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണല്ലോ. അതിൽ എന്താ സംശയമുള്ളത്? ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് അപ് ടു ദി ലേഡി ഓൾസോ ടു ഡിസൈഡ്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകേണ്ടതാണോ അല്ലയോ എന്നുള്ളത്. അത് പിന്നീട് ആദ്യം ചിലപ്പോൾ അങ്ങനെ ഒരു ദർ ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സലായിട്ട് ഒരേ പാറ്റേണിലല്ല. ഹ്യൂമൻ ബീയിങ്സിന് പല പല ഇമോഷൻസ് ഉണ്ടാവും, പല പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അവസ്ഥയിൽ കൺസെൻഷ്വൽ ആയിരുന്നു, സബ്സിക്വൻ്റ്ലി ആ കൺസെൻറ്റ് ഉണ്ടായിട്ടില്ലായിരിക്കും. പിന്നീട് ഇപ്പോൾ നമ്മൾ അബോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്? എവിഡൻസ് നശിപ്പിക്കാനാണോ? ഇത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ അത് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്തത്? ഇത് കൺസെൻഷ്വൽ ആയിട്ട് രണ്ടുപേരും കൂടി എടുത്ത ഡിസിഷനായിരുന്നോ അബൌട്ട് ചെയ്യുക? ഇതെല്ലാം നോക്കേണ്ടി വരും. ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഓൺലി ബിക്കോസ് സംബഡി ഈസ് ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു കനോട്ട് ടേക്ക് അതൊന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉള്ള ഇതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ചെയ്തത് ഒരു വലിയ ഒരു കാര്യമായിട്ട് പറയുന്നതും തെറ്റാണ്. അതെല്ലാവർക്കും തെറ്റാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്ക് എല്ലാവർക്കും നാണക്കേടാണ് അങ്ങനെയൊക്കെ പറയുന്ന ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇദ്ദേഹത്തിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ നോക്കും. ഈ നമ്മൾ ഡിസ്ക്രിഷണറി റെമഡീസ് എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സമീപനം, ഇൻവെസ്റ്റിഗേഷനും അത് കഴിഞ്ഞിട്ടുള്ള ട്രയലിനോടും അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതെല്ലാം കോടതി ശ്രദ്ധിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട്. അവിടെ വരുമ്പോഴാണ് ഈ ഒഫൻസ് നിൽക്കില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി പറയുമ്പോൾ പോലും അദ്ദേഹം ഒഫൻസ് നിൽക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതും നമ്മൾ നോക്കേണ്ടി വരുന്നത്. കോടതി അത് നിർബന്ധമായിട്ടും നോക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പല കേസുകളിലും പലപ്പോഴും സ്റ്റാൻഡ് എടുക്കാറുള്ളത് ഒഫൻസ് നിൽക്കില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ പലപ്പോഴും എടുക്കാറുള്ളത്. എനിക്ക് അങ്ങനെ എടുക്കാനാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ദിസ് ഈസ് ടു മച്ച്. ഒരു ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ധാരണ പോലും വിട്ടിട്ട് സപ്പോസ് നമ്മളും ഒരു മോശാവസ്ഥയിലാണെന്നുണ്ടായിരുന്നെങ്കിലോ അതെല്ലാം മിസ്യൂസ് ചെയ്തതിന് ശേഷം അത് അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് ഒഫൻസ് നിൽക്കാത്തതിന് വേണ്ടിയിട്ട് ഒരു കാരണമായി പറയുന്നത് അതൊന്നും ശരിയായിട്ടുള്ള രീതിയാണ്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള MLA ആണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് നല്ല വക്കീലിനെ ഏൽപ്പിച്ചിട്ട് ഡൊമസ്റ്റിക് വയലൻസ് സോർട്ട് ഔട്ട് ചെയ്ത് തീർത്തു കൊടുക്കായിരുന്നു വേണ്ടിയിരുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തയ്യാറാക്കുന്നത് നല്ല വക്കീൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ നല്ല വക്കീൽ തയ്യാറാക്കിയ ഇതിൽ കാര്യങ്ങളിലെ വാചകങ്ങളാണ് നമ്മൾ വായിച്ചതും. അതെ. മറ്റു കാര്യം കൂടി, അല്ലാതെ വക്കീലിനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് സ്മൃതി അത് പറഞ്ഞോട്ടെ. ഐ എം നോട്ട് ബ്ലെയിമിംഗ് ദി ലോയർ. വക്കീലിനെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ ആണല്ലോ, അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ടല്ലേ അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസിൽ തയ്യാറാക്കുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ലേ, അദ്ദേഹം കസ്റ്റഡിയിൽ പോലും അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇൻസ്ട്രക്ഷനിൽ തയ്യാറാക്കിയിരിക്കുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ വസ്തുതാപരമായിട്ട് ഇത് ഇങ്ങനെയാണ് നടന്നേക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ വക്കീലിന്റെ ഇമാജിനേഷനിൽ ഇതൊക്കെ എഴുതി കൊടുക്കും, അങ്ങനെയൊന്നും ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിലാണത്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹി ഹാസ് റിട്ടൺ. അല്ല, ഹി കനോട്ട് സേ ദിസ് ഈസ് ദി ലോയേഴ്സ് ഇമാജിനേഷൻ. ലോയറിനോട് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അത് ഒഫൻസ് നിൽക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ അങ്ങനെ വരുമ്പോൾ കോണ്ടാക്ട് നോക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് അങ്ങ് പറഞ്ഞ ഈ ടൈമിങ്ങിന്റെ കാര്യം, ഏത് സമയത്താണ് ഈ പരാതി നൽകിയത്? ഈ പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് എന്നുള്ളതൊരു വാദമായി ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ആ ടൈമിങ്ങിനെ ആ നിലയ്ക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദം, പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുണ്ടായ സോഷ്യൽ മീഡിയയിലുണ്ടായ അറ്റാക്ക്, ഇതൊക്കെ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കെടുക്കുന്നതിനേക്കാൾ അത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുക്കുകയാണ് കുറച്ചുകൂടി സുരക്ഷിതമെന്ന് കരുതുന്നത് ഒരു രാഷ്ട്രീയ പ്രേരണയാലാണ് എന്ന് കരുതാൻ പറ്റുമോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ആ ടൈമിംഗ് കോടതി കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിച്ച ചോദ്യം അതാണ്. ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി കൊടുത്തു, സാധാരണ നിലയ്ക്ക് അത് ചെയ്യാറില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ആക്ട് ചെയ്യാൻ നിർബന്ധിതരാണ്. അതാണ് ലോ പറയുന്നത്. അദ്ദേഹം കൊണ്ടുപോയി പരാതി കൊടുത്തത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിലേ ഉണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ ചിന്തിക്കുമ്പോൾ ഒരു ഡിലേ ഉണ്ട്. അത് വന്ന ടൈമിംഗ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നുള്ളത് കൊണ്ടിട്ട് ഒഫൻസ് നിൽക്കോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊരു നിർണായക ഘടകം തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. വന്ന സമയം ഏതാണെന്നുള്ളതും ഇപ്പം ഇതിലേക്ക് പോകാൻ പോണു എന്നുള്ളതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് യൂസ് ചെയ്യേണ്ട രീതികളും എല്ലാവർക്കും ഉണ്ടാവും, ഇവർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ കോൺഗ്രസിന് അത് ആൻസറബിൾ ആയിട്ട് വരും. പിന്നെ ഇതൊന്നും ഇലക്ഷനെ ബാധിക്കില്ലായിരിക്കും, അതൊക്കെ വേറെ കാര്യമാണ്. കാരണം ലോക്കൽ ഇലക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. പക്ഷേ BJP ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ശബരിമല ഇഷ്യൂസ് BJP ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു. അവരുടെ പോസ്റ്ററിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ശബരിമല കൂടി വച്ചുകൊണ്ടാണ് പോസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഇതും കൂടി കോൺഗ്രസിന് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സത്യത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കും. അത് മാത്രമേ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് പറയാനുള്ളൂ. കംപ്ലൈൻറ്റ് നിൽക്കും, കംപ്ലൈൻറ്റ് ഡിലേ ഉണ്ടെങ്കിലും നിൽക്കും. ഡിലേ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. ട്രൂ കളർ വൈറ്റായിട്ട് തന്നെ കാണാൻ പറ്റില്ല, അതിൽ ചെളി നിറഞ്ഞിട്ട് ഉണ്ടാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് തീരെ ഇല്ല എന്നും പറയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലാണ് കംപ്ലൈൻറ്റ് വൈകിയത് അതെല്ലാം നോക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപക്ഷെ ഇനിയും പരാതികൾ വന്നേക്കാം. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനിയും പരാതികൾ വന്നേക്കാം എന്നുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് എത്രത്തോളം ധാർമ്മികമായി ശരിയാണ്? അല്ല സ്മൃതി, നമ്മൾ സദാചാര പ്രശ്നമല്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഒരാൾക്ക് അത് നമുക്കറിയില്ല. പക്ഷേ ഇതിന് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നതാണ് ഗുരുതരമായ തെറ്റ്. ഒരാൾക്ക് എത്ര ബന്ധങ്ങളെ കുറിച്ചൊന്നും ഈ സദാചാര പ്രശ്നം നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഇവിടെ ആർക്കും ആവശ്യമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഇതിൻ്റെ അകത്ത് ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ. ആ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ നേരത്തെ കണ്ട ഓഡിയോ ടേപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് മൊഴി വന്നിട്ടുള്ളതും അവർ പരാതി കൊടുത്തിട്ടുള്ളതും. അതനുസരിച്ച് നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാകുന്ന സമയത്ത് അത് ഗുരുതരമായ ക്രൈമാണ്. അതിൽ അയാൾക്ക് ധാർമ്മിക ബാധ്യതയുണ്ട് ഈ സ്ഥാനം ത്യജിക്കാനായിട്ടും രാജിവെക്കാനായിട്ട്. അത് കോൺഗ്രസ് സമ്മതിച്ചെലുത്തണം. കാരണം അതൊരു മാതൃക സെറ്റിയാണ്, കോൺഗ്രസ് ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഗുണം ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗുണം ചെയ്യും. VK സനോജിനോട് ഒരു കാര്യം പറയാം, വളരെ പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞു. കാര്യം ഈ ഒരുപാട് പരാതിക്കാർക്ക് വന്ന് പരാതി കൊടുക്കാനൊരു അന്തരീക്ഷം ഉണ്ടായി. ആ ഹേമ കമ്മീഷന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എത്ര പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് പരാതിക്കാർ വന്ന് കൊടുത്ത കേസ് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ആ കേസ് ഹേമ കമ്മീഷനിലെ പരാതി അട്ടിമറിക്കപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ആരും ഒരു ധൈര്യം നമുക്കറിയാലോ എന്താണ് പിന്നെ ഉണ്ടായത്. കാര്യം സർക്കാരിന്റെ ഭാഗത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയും. കാര്യം പിന്തുണ കൊടുത്തിരുന്നു. എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത്? അതെവിടെ എന്തായാലും എവിടെ എന്നിട്ട് എന്തായി നടപടിയിലുണ്ട്. എത്ര ആളുകൾ മൊഴി കൊടുക്കാൻ തയ്യാറായി? അല്ല അവസാന സ്ഥിതി എന്താണ്? മൊഴി അടിസ്ഥാനപ്പെടുത്തി മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. മൊഴി കൊടുക്കാൻ ആൾക്കാർ തയ്യാറായില്ല. ആരെങ്കിലും മുന്നോട്ട് വന്നോ? അല്ല, അതാണ് എന്റെ പോയിന്റ്. ഞങ്ങളുടെ മൊഴി അതെ എന്താ പോയിന്റ്? ഈ വിമർശനം ഉന്നയിക്കപ്പെട്ടപ്പോൾ വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ വിഷയത്തിനകത്ത് ഇടപെട്ടു സർക്കാർ. എത്ര ആളുകളാണ് വന്ന് മൊഴി കൊടുത്തത്? എത്ര ആളുകളാണ് പരാതിയിൽ ഉറച്ചു നിന്നത്? ഒന്നുമില്ല. നേരെ മറിച്ച് സർക്കാർ മുന്നോട്ട് വെച്ച ആ കമ്മീഷന് മുന്നിൽ സിനിമാ മേഖലയിലെ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും
കേസ് നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല എന്ന് അവർ തന്നെ പറയുകയാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ അത് സംബന്ധിച്ച് പുറത്ത് വിടാൻ പാടില്ലാത്ത കാര്യമാണ് എന്നതുകൊണ്ട് അവർ തന്നെ ഈ ഇത്രയും പേജുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. സ്വന്തമായി ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മേലെ കയറ്റിവെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയിൽ ഓരോ വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ശരി, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. രാഹുലിനെ സംരക്ഷിച്ചുള്ള വാദങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നോ ദാമോദർ പ്രസാദ്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. അത് സനോജിന് അങ്ങനെ വേണമെങ്കിൽ പറയാൻ കാര്യം വളഞ്ഞ വഴിയിൽ അദ്ദേഹം അങ്ങനെയല്ല. അതോടൊപ്പം തന്നെ CPM-നെ കുറിച്ച് വിമർശനം കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത് പരാതി വൈകിപ്പോയെന്നാണ്. അല്ല, പരാതി അല്ല, നിങ്ങൾ പറയാൻ ശ്രമിച്ചെന്താണ്? പരാതി വൈകിപ്പോയി അല്ലല്ല. നിങ്ങളാ ശരിയായ രാഷ്ട്രീയം പറഞ്ഞത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് രാഷ്ട്രീയം പറയും. നിങ്ങൾ ആളെ മുമ്പിൽ ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് പരാതി എല്ലാം വൈകിട്ടാണ് കൊടുത്തത്, വൈകിപ്പോയ പരാതി അത്ര പരിഗണിക്കാൻ സാധ്യതയില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പരാതി അത്ഭുതപ്പെടാനില്ല എന്നൊക്കെ പറയുന്നത് പച്ച മലയാളം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയാണ് എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പൊതിഞ്ഞു കെട്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടി രാഹുലിന് വേണ്ടി കുറെ വൈകിപ്പോയ കൃത്യമായ കാരണം കൊണ്ട് അല്ലെ, വൈകിപ്പോയതിനൊക്കെ കൃത്യമായ കാരണമുണ്ട് സാർ. എനിക്ക് നിങ്ങള് സതീശനെ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്തില്ലേ? നിങ്ങൾ അതല്ലേ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്ര മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ വിവാദമാണിത്. എത്ര കാലമായി ഈ പെൺകുട്ടിയുടെ കരച്ചിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? ആ പെൺകുട്ടി പേടിച്ചിട്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി ചർച്ച ചെയ്യാൻ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ VR അനൂപ്, രാഹുൽ ഈശ്വർ, VK സനോജ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ശ്രീ ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.